എന്തുകൊണ്ട് ഇവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും നമ്മുടെ മലയാളികളും UDF ഗവൺമെന്റിന് വേണ്ടി ഇത്തവണ വോട്ട് ചെയ്യണം, സാറിന് വേണ്ടി? അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനമാണ്. അത് ഞാൻ പറഞ്ഞോണ്ട് സാർ പറഞ്ഞു. അതായത് ഈ 10 വർഷത്തെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തിന് ഒരു പുതുയുഗ പിറവി, ഒരു ന്യൂ ഇയറ, ഒരു പുതിയ കാലം കേരളത്തിലുണ്ടാവും. അത് UDF നിങ്ങൾക്ക് ഉറപ്പായിട്ട് തരും. പുതിയ കാലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും പരിപാടികളും പദ്ധതികളും ഉണ്ട്. നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവും കേരളത്തിൽ. എന്ന് വെച്ചാൽ പ്രായമായവരെ ഉപേക്ഷിക്കില്ല, പ്രായമായവരെ ചേർത്ത് നിർത്തും. അവർ VIP-കളായിരിക്കും. UDF ഭരണകാലത്ത് VIP-കളായിരിക്കും. സ്ത്രീകളോട് പ്രത്യേക പരിഗണന ഉണ്ടാവും. അല്ലെ KSRTC ബസ്സിലൊക്കെ ഫ്രീ ആണ് സ്ത്രീകൾ. അതുപോലെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം കൊടുക്കുക. അവരൊക്കെ പഠിച്ച് മിടുക്കികളായി നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഒരു ഗവൺമെന്റ് നമ്മളൊരു വിഷമത്തിലാവുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചൊരു ഗവൺമെന്റ് ഉണ്ടാകണമെന്ന്. നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചൊരു ഗവൺമെന്റിന്റെ സാന്നിധ്യം നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാവും. ഒരു തലോടൽ പോലെ, ഒരു സാന്ത്വനം പോലെ ഒരു ഗവൺമെന്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സാർ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതിൽ എത്ര ശതമാനം കോൺഫിഡൻസ് ഉണ്ട്? ഞാൻ 100% കോൺഫിഡൻസ് അക്കാര്യത്തിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മളത് കമ്മിറ്റഡാണ്. നമ്മൾ അത് ചെയ്യാനാണ് നമ്മൾ വരുന്നത്. നമ്മൾ അധികാരത്തിന്റെ ലഹരിയോ അധികാരത്തിന്റെ സുഖവും അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വരുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.